ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിനെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടിന്റെ റെസിപ്പി ആട്ടോ. ഇത് നിങ്ങൾ അധികം ആളും കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇൻസ്റ്റയിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ ആ ഒരു റെസിപ്പി ആട്ടോ ഇന്ന് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ 3 മീഡിയം സൈസ് ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ കട്ടകളോ ഒന്നും ഇല്ലാണ്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഞാൻ അരച്ചെടുത്ത് വന്നേ. ഇത് ഈ ഒരു രീതിയിൽ നല്ലോണം തന്നെ അങ്ങനെ അരച്ചിട്ടെടുക്കാം. ഇനി ഇതാ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ RTV ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്ന ആ ഒരു ക്യാരറ്റിന്റെ ആ ഒരു മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു RTV ആയിട്ട് നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലോണം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പാലാട്ടാ ചേർത്തത്. 1/2 കപ്പ് പാല് ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അത് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പാൽ അങ്ങനെ ഒഴിച്ചാൽ മതി. ഞാൻ മിക്സിന്റെ ജാറിൽ കുറച്ച് ക്യാരറ്റിന്റെ ഇതുള്ളതുകൊണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തരിയാട്ട എടുത്തത്. അത് ഞാൻ കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇളക്കി അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ തരി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് അങ്ങനെ ഇട്ടാ ചേർത്തത്. എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറുക്കി എടുക്കാനുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് കഴിയുമ്പോൾ ഇത് പാനിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലേക്ക് അങ്ങനെ എത്തും. ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ കിട്ടും. ഇത് നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പൂൺ കൊണ്ട് ഇളക്കി അങ്ങനെ നമുക്ക് പാനിന്ന് വിട്ട് വരുന്ന രീതിയിലേക്ക് ഇത് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ചൂടാറി വന്നിന്. നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ബോൾസ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിന് കേട്ടോ. ഇത് വേണമെങ്കിൽ വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനെല്ലാം ചെയ്തെടുത്തിന്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതാ നമ്മൾ ഉരുട്ടിയെടുത്ത ആ ബോൾസ് എല്ലാം ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ ആവശ്യം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്തിന്. അതിന് മേലെ തട്ടിറക്കി വെച്ച് കൊടുക്കാം. ആ തട്ടിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ആ ഒരു ബോൾസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതൊരു 5 മിനിറ്റ് അങ്ങനെ വേവിച്ചാൽ മതി. കുറേ സമയത്ത് അങ്ങനെ വേവിക്കണമെന്നില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ബോൾസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ വേവിച്ചെടുത്ത ബോൾസ് എല്ലാം ഒരു പ്ലേറ്റിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്തതായിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 1/2 ലിറ്റർ പാലുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ പഞ്ചസാര 1/4 കപ്പ് അങ്ങനെ ചേർത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ അതും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കായി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനോട് ഞാനിതാ ഒരു 4 ടേബിൾ സ്പൂൺ തണുത്ത പാലെടുത്തിന് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. എന്നിട്ട് ഈ പാല് നല്ലോണം ചൂടായിട്ട് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത്, അങ്ങനെ വല്ലാണ്ട് കട്ടിയാവണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡിന്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിതാ കസ്റ്റേർഡിന്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് നല്ലോണം തന്നെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റേർഡിന്റെ മിക്സ് വെച്ചിട്ട് കുറച്ചൊന്ന് കഴിഞ്ഞ പാട് നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ച ആ ഒരു ക്യാരറ്റിന്റെ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോ ഇതിന് മേലെയായിട്ട് കുറച്ച് പിസ്ത ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്തതാട്ടാ. അങ്ങനെ ഫൈനായിട്ട് പൊടിച്ചെടുത്തല്ല, ജസ്റ്റ് ഒന്ന് നുറുക്കിയെടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനങ്ങനെ ഫിക്സ്ഡ് അളവൊന്നുമില്ല, കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. ആ കസ്റ്റേർഡിന്റെ മിക്സും ആ ക്യാരറ്റിന്റെ ബോൾസിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പൊ ഒരു മിനിറ്റ് ആട്ടാ ഞാൻ അടച്ചു വെച്ചിട്ടുള്ളൂ. ഇതിനി അവിടെ ഇരിക്കുന്നോറും ആ ഒരു കസ്റ്റേർഡിന്റെ മിക്സ് ക്യാരറ്റിന്റെ ബോൾസിലേക്ക് ഇറങ്ങിക്കോളും. അപ്പൊ നമുക്ക് ഇതിനെല്ലാം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഇത്. ഈ ഒരു ക്യാരറ്റിന്റെ ബോൾസ് ഈ ഒരു കസ്റ്റേർഡിന്റെ മിക്സിൽ ഒന്നിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കഴിക്കാൻ. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.